ഹലോ. അപ്പോൾ നമ്മുടെ ബോസ്നിയയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഭയങ്കര വിഷമമുണ്ട്. നല്ല എന്താ പറയുക, 2 ദിവസം കൂടി കൂടുതൽ നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നാം. എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തു. ഇന്ന് നമ്മൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ട്, ഇപ്പം രാവിലെ തന്നെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്യാണ്. വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു ഹോട്ട് ബാത്തിൻ്റെ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മളെ ഐറ്റിനറിയിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. പക്ഷെ പിള്ളേർക്ക് വാട്ടർ തീം പാർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വാട്ടർഫോൾസൊക്കെ ക്യാൻസൽ ചെയ്ത് വാട്ടർ തീം പാർക്കിലേക്ക് പോവുകയാണ്. അവിടെ വാട്ടർ തീം പാർക്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു ചെറിയ വാട്ടർഫോൾസ് ഉള്ള ഒരു പാർക്കുണ്ട്, അവിടെയും കൂടി പോകണം. അത് കഴിഞ്ഞിട്ട് 2 മണിക്ക് നമ്മൾ എയർപോർട്ടിൽ പോകും. 5 o'clock നമ്മുടെ ഫ്ലൈറ്റാണ്. ഈവനിങ്ങിൽ 5 o'clock നമ്മുടെ ഫ്ലൈറ്റാണ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷിറിനത്ത്. നമ്മൾ പാർക്കിങ്ങിനുള്ള വണ്ടിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കി ഏത് കൺട്രീസാണ് അവളെ. പല കൺട്രിയിലും ഹംഗറിയിൽ നിന്നൊക്കെ ആളുകൾ ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. യൂറോപ്യൻ യൂണിയനിലുള്ള ആളുകളൊക്കെ. ഇതൊക്കെ ബോസ്നിയ നമ്പർ പ്ലേറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വാട്ടർ തീം പാർക്ക്. ഇതിനകത്ത് ഹോട്ടലൊക്കെ ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ നമ്മളെ പ്ലാനിലില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഹോട്ടലൊന്നും ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ തന്നെ ഇവിടെ വന്ന് ഹോട്ടലിൽ സ്റ്റേ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലുണ്ടാവും. ട്രൗസർ അതൊക്കെ ഇട്ടിട്ട് വേണ്ടി വരും ഇറങ്ങാൻ. അപ്പോൾ നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇറങ്ങുള്ളൂ. ഫസ്റ്റ് നമ്മൾ പോയിട്ട് അന്വേഷിക്കട്ടെ നമുക്കിത് നടക്കുമെന്നുള്ളത്. പിന്നെ നമ്മൾ ഇതൊരു പ്ലാനിലില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് യുഎയിൽ നമ്മൾ ഡ്രസ്സ്, ട്രൗസർ, പിള്ളേർക്ക് അങ്ങനത്തെ സ്വിമ്മിങ് കോസ്റ്റ്യൂമൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇവിടെ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോയി നോക്കിയിട്ട് ഷോപ്പുകളിലൊന്നും കാണാനില്ല. എന്തായാലും പോയി നോക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല സുഖം കേട്ടോ. നല്ലൊരു വാമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്ത് ഭയങ്കര തണുപ്പാണ്. ഇവിടെ കുറേ ഗെയിമിങ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അത് അന്വേഷിക്കാൻ പോയി. അപ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് 20 മാർക്കാണ് ഒരു ഫാമിലിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസൈഡ് പൂള് ഉണ്ടല്ലോ. ഇത്രയാണ്. പിന്നെ ഇതിൻ്റെ പുറത്താണ് വാട്ടർ തീം പാർക്ക് ഉള്ളത്. പക്ഷേ അത് സമ്മറിൽ മാത്രമേ ഉള്ളൂ. കണ്ടല്ലോ, പുറത്ത് കാണില്ല. അത് ആ സൈഡിലും അപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് സമ്മറിൽ മാത്രമേ ഉള്ളൂ. വിൻ്ററിൽ ഇത് ഇൻസൈഡ് പൂള് മാത്രമാണ്. അപ്പം നമ്മുടെ ബോസ്നിയയിൽ നിന്ന് നമ്മളെ ഓൾമോസ്റ്റ് നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. തിരിച്ച് പോവാണ്. നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെൻ്റിക്കാറിൻ്റെ ആളിവിടെ എയർപോർട്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 1 hour മൂപ്പര് അവിടെ വന്ന് നിൽക്കുന്ന തോന്നുന്നു.
നമ്മൾ പൂളിലായിരുന്ന സമയത്ത് നമ്മൾ ഫോണും കീയും എല്ലാം ലോക്കറിലായിരുന്നു. അപ്പം മൂപ്പര് വിളിച്ചത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം എത്തിയിട്ട് എയർപോർട്ട്. അപ്പോൾ നമ്മളെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇനി നേരെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. എയർപോർട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നിട്ടാണ് ഈ ഫ്ലൈറ്റിൽ കയറുന്ന ഈ ഒരു എൻട്രൻസ് ഒക്കെ ഉള്ളത്. ഒരു കുഞ്ഞ് എയർപോർട്ടാണ്, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുമ്പോഴുള്ള മൂടൊന്നുമില്ല എല്ലാവർക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ബോസ്നിയൻ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. പുതിയ വീഡിയോയുമായിട്ട്, പുതിയ രാജ്യത്തെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.